ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറിച്ച് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, അപ്പം ആദ്യം തന്നെ പറയാം, നല്ലാഹി വന്നാലി റാജിഹൂൻ. അപ്പം നമ്മുടെ നൗഫലിൻ്റെയും ചക്രയുടെയൊക്കെ ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മരിപ്പിനൊന്നും പോകാനോ ഒന്നിനും പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ദൂരെയാണ്. ഇവിടെ നിന്ന് അത്രയും ദൂരെയൊന്നും നമുക്ക് പോയാലും മയ്യത്ത് കാണാനും ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ അവരെല്ലാവരും 3-4 ദിവസത്തേക്ക് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നിജാസും ചക്കരയും ഫാമിലി എല്ലാവരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സീരിയസ് ആണെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു 3-4 ദിവസം മുന്നേ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ട്. അപ്പോൾ അവരവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മാത്രമല്ല, ഇവിടെയും മോൾക്ക് സുഖമില്ല, അവൾക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ നമുക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ടിട്ട് മരണത്തിനൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ നമുക്ക് എന്തായാലും ദുആ ചെയ്യാം, അതേ പറ്റത്തുള്ളൂ. അങ്ങനെ കേസ് രാവിലെ ഇതാ നല്ല മഞ്ഞുണ്ട്. ഇതൊരു 5-6 മണി ടൈമാണിത്. അപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ട്. പിന്നെ അതുപോലെ ഞാൻ രാവിലെയാണ് അറിയുന്നത് മരിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോഴേ ഒരു 5:30 മണിക്ക് ഞാൻ ഉറക്കം എണീക്കുമ്പോഴാണ് മെസ്സേജ് കാണുന്നത്. 2:45 ഉപ്പ മരിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിജാസിൻ്റെ ഉമ്മായെ വിളിച്ചു. അപ്പോഴേ തന്നെ മെസ്സേജ് കണ്ടുടനെ അപ്പോഴേ പറഞ്ഞതുപോലെ ഇങ്ങനെ 2:45 മരിച്ചു, പിന്നെ 10 മണിയാകുമ്പോൾ മയ്യം കൊണ്ടുവരും എന്നൊക്കെ. പിന്നെ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചന്വേഷിക്കുകയായിരുന്നു. പിന്നെ ഇത് നേരത്തെ പിടിച്ചൊരു വീഡിയോയാണ്. അപ്പം ഇതാ അച്ചാറാണ്. പല ഐറ്റം അച്ചാറുകളുണ്ട്. ബീഫ് അച്ചാറുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ അച്ചാറുണ്ട്, മാങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റം അച്ചാറുകളുണ്ട്. അപ്പം ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അടുത്തുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, ദൂരെയുള്ളവർക്കാണെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഏത് അച്ചാർ വേണം എന്തൊക്കെയാണെന്നുള്ളത് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കൊറിയർ അയച്ചിരുന്നതായിരിക്കും. പിന്നെ നമ്മളതാ ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണ്. ഇന്ന് ആകെ മൂഡ് ഓഫായിരുന്നു. മരണമൊക്കെ അറിഞ്ഞുകൊണ്ട് ആകെ ഒരു വിഷമത്തിലാണ്. നമുക്ക് പോകാനും പറ്റിയില്ല. അടുത്താണെങ്കിലും നമുക്ക് പോകാൻ, ദൂരെ ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പോകാനാണ്? ഇവിടുന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മയ്യത്ത് കാണാൻ പോലും പറ്റത്തില്ല. പിന്നെ മക്കളൊക്കെ ഇല്ല. ജുമാന ഉണ്ട്, ബാക്കി 2 പേരും ട്യൂഷന് പോയേക്കുന്നു. അപ്പോൾ ജുമാനക്ക് സുഖമില്ല, പനിയുണ്ട്, പിന്നെ ചെറിയ തൊണ്ടവേദനയും ചുമയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കിച്ചണിലോട്ട് കയറിയാണ് ജോലി ചെയ്യാനായിട്ട്. കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് എന്നിട്ട് കിച്ചണിൽ കുറേ പണികളുണ്ട്. അപ്പം നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഫുഡ് ചോറുണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. ചുവന്ന മീനാണ്, നമുക്ക് ചെങ്കലവ മീനെന്ന് പറയും. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെത്തോലി മീൻ, നെത്തോലി എന്ന് പറയാം. ഇത് അച്ചാറിടാനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കുറേ ഉണ്ട് നെത്തോലി. സംഭവം ഇത് കറി വെച്ചാലൊന്നും ആരും കഴിക്കത്തില്ല, പൊരിച്ചാലും മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അച്ചാറിട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും കഴിക്കും. മക്കൾ 3 പേരും അച്ചാറിട്ട് കഴിഞ്ഞാൽ കഴിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് മീനെടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത്, മീനൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് അച്ചാറിടാമെന്ന് വെച്ച് അങ്ങനെ നമ്മളിതാ അടുത്ത കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്യണമായിരുന്നു. പിന്നെ ഇത് ചെടികളാണ്. ഞാനിങ്ങനെ ഓരോ ടിന്നിൽ ബൗള്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ പഴയതാവുന്ന അതൊക്കെ ഇങ്ങനെ കപ്പൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ ഓരോ ചെടികൾ കട്ട് ചെയ്ത് വെച്ചേക്കും. പിന്നെ എന്തായാലും ഒരു 11 മണിയൊക്കെ സമയം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പഴങ്കഞ്ഞി കുടിച്ചു. കുറച്ച് നാളായി പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാനൊരു കൊതി തോന്നിയിട്ട് പഴങ്കഞ്ഞിയൊക്കെ കഴിക്കാനായിട്ട് അച്ചാറും കുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഫേസ് വാഷാണ്, മാഗ്നസൈഡ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫേസ് വാഷാണ്. നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും കുരുക്കളും എല്ലാം പോകും. നല്ലൊരു ഫേസ് വാഷാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. ഞാൻ എന്നും രാവിലെ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ഈ മുളക് ഉണക്കി, അതായത് കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിയിട്ട്, ചുമന്ന മുളക് വാങ്ങിയിട്ട് അത് ഉണക്കി വറുത്ത് പൊടിച്ചാണ് ഞാൻ അച്ചാറിടുന്നത്. പിന്നെ നമ്മുടെ നെത്തോലി മീനുണ്ടല്ലോ, അതിങ്ങനെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് അച്ചാർ ഇടുന്നത്. അപ്പം നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഏത് അച്ചാർ ഇടുന്നെങ്കിലും നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇത്രയും മീൻ എന്തായാലും ഇവിടെ കഴിക്കത്തില്ല. അങ്ങനെ ഞാൻ അച്ചാർ ഇടാമെന്ന് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വറ്റൽമുളക്, അതായത് ചുവന്ന വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി ഒരു ചുമന്ന ഒരു നിറമായി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുവിധം കളറ് മാറി വരുന്നുണ്ട്.
അപ്പം ഇതെല്ലാം കൂടി ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് എടുക്കണം. പിന്നെ അതാ നമ്മൾ മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ ശകലം കുരുമുളക് പൊടി, പിന്നെ കായം, ഉലുവ പൊടിച്ചത് എല്ലാം കൂടിയൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നെത്തോലി മീനും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണം, കായപ്പൊടി ഇടണം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇട്ട് ഇളക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇന്ന് കുറച്ച് സമയക്കുറവ് കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഫൈനൽ ലുക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആയി. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്ത് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്, ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയും പാലും കൂടി വീഴ്ത്തി ബ്രെഡ് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. വീണ്ടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.